ഹായ് എവറി വൺ, ദിസ് ഇസ് മുഹമ്മദ് അൽഫാൻ. വെൽക്കം ടു സ്കിൽ ടു സക്സീഡ്. ഇന്നത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ്. നമുക്ക് എങ്ങനെ ഒരു VLOOKUP ഫംഗ്ഷൻസ് ഓട്ടോമാറ്റ് ചെയ്തിട്ട് റിസൾട്ട് ജനറേറ്റ് ചെയ്യാനുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മുന്നിൽ കാണുന്ന ചെറിയൊരു ഡാറ്റാബേസ്, സെയിൽസ്മാൻ, സെയിൽസ് സോൺ, കൺട്രി, കാറ്റഗറി, പേയ്മെന്റ് മോഡ് ആൻഡ് റവന്യൂ. ഇത് ചെറിയ സെയിൽസ് റിപ്പോർട്ട് എന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ തന്നെ ലുക്കപ്പ് എന്നുള്ള ടാബ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണാം സെയിം സെറ്റ് ഓഫ് ഹെഡിങ്സും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ സെയിൽസ് പേഴ്സന്റെ പേരും, ലോറി മില്ലർ. ആ സെയിം പേഴ്സൺ നമ്മുടെ ഡാറ്റാബേസിലുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു. സി ഈ ഡീറ്റെയിൽസ്, റൈറ്റ്. ഞാൻ സാധാരണ രീതിയിൽ VLOOKUP ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സെയിൽസ് സോണും കൺട്രിയും കാറ്റഗറിയും പേയ്മെന്റ് മോഡും റവന്യൂ ഒക്കെ നമുക്ക് കിട്ടും, റൈറ്റ്. പക്ഷേ ഇൻ കേസ് നമ്മൾ ആ VLOOKUP ഫംഗ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരും. അത്തരം സിറ്റുവേഷൻ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു VLOOKUP ഫംഗ്ഷൻസ് ഓട്ടോമേറ്റ് ചെയ്യാനുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ലോറി മില്ലറിന്റെ കാറ്റഗറി മാത്രം എനിക്ക് വേണം. സോ കാറ്റഗറി അവിടെ പ്ലേസ് ചെയ്യുക കഴ്സർ, ഗെറ്റ് ദി റിസൾട്ട്, ഓഫീസ് സപ്ലൈസ്, സി ഓഫീസ് സപ്ലൈസ്. അതുപോലെ തന്നെ റവന്യൂ വേണം, റവന്യൂ, സി 2241, റൈറ്റ്. ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. ഇവിടെ ഓട്ടോമാറ്റിക്കലി VLOOKUP ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് വന്നു, റൈറ്റ്. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വേറെ സെയിൽസ് മാൻ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, നദാൻ ഇക്ബാൽ. കോപ്പി ചെയ്യുന്നു ആൻഡ് പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ വാല്യൂവിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സെയിൽസ് സോൺ വേണം. ജസ്റ്റ് അവിടെ കഴ്സർ പ്ലേസ് ചെയ്തു, ഗെറ്റ് ദി റിസൾട്ട്, നോർത്താണ്, റൈറ്റ്, നോർത്ത്. നെക്സ്റ്റ് കൺട്രി വേണം, ബെൽജിയം വേണം, കിട്ടും നോക്കാം, ബെൽജിയം. ഇനി നമ്മൾ റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്താലും നമുക്ക് ആ സീക്വൻസിൽ കിട്ടും. സി ക്രെഡിറ്റ് കാർഡ്, ഓഫീസ് സപ്ലൈസ് 1107. സി സെയിം തന്നെ മാച്ച് ആയിട്ട് വരുന്നുണ്ട്, റൈറ്റ്. നമുക്കിത് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ളത് നോക്കാം. വളരെ എളുപ്പമുള്ള സംഭവമാണ്. ഇപ്പം കാണിച്ചാൽ ജസ്റ്റ് ഒരു ഡെമോ ആണ്. നമുക്ക് വേറെ ഷീറ്റിൽ കൂടെ ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങാം. ഓക്കെ, സോ ഇവിടെ കാണാം സെയിം സെറ്റ് ഓഫ് ഡാറ്റാബേസും തൊട്ടടുത്ത് തന്നെ ലുക്കപ്പ് വാല്യൂ എന്ന ടാബും സെയിം സെറ്റ് ഓഫ് ഹെഡിങ്സ് എടുക്കും, റൈറ്റ്. ജസ്റ്റ് ഡാറ്റ എന്നുള്ള മെയിൻ ടാബിലേക്ക് പോയിട്ട് ഒരു റോ ഇൻസേർട്ട് ചെയ്യുക ഇവിടെ. ശേഷം ഓരോ കോളത്തിനും ഓരോ നമ്പേഴ്സ് കൊടുക്കുക. ഇത് 1 ആണെങ്കിൽ നെക്സ്റ്റ് 2, റൈറ്റ്. ആ ഒരു സീക്വൻസിൽ നമ്പേഴ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ മൊത്തം 6 കോളുണ്ട്, റൈറ്റ്. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞുതരാം. ശേഷം നെക്സ്റ്റ് ടാബിലേക്ക് പോകുന്നു. ഇവിടെ സെയിൽസ്മാൻ, റാൻഡംലി ഒരു സെയിൽസ്മാൻ്റെ പീരിയഡ് പിക്ക് ചെയ്യുന്നു, മെലിസ ബീൻ. കോപ്പി ചെയ്തു ആൻഡ് പേസ്റ്റ് ചെയ്തു. സോ സ്വാഭാവികമായിട്ടും ഇവിടെ VLOOKUP ഫംഗ്ഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്, റൈറ്റ്. പക്ഷേ അതിൻ്റെ മുന്നേ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എന്തൊരു ആക്ഷൻസും ഈ ബാക്ക് എൻഡിൽ എക്സൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിനാണ് റെക്കോർഡ് മാക്രോ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാലേ അത് നമുക്ക് വീണ്ടും ഒരു ബട്ടൺ ഉപയോഗിച്ചത് റീയൂസ് ചെയ്യാൻ പറ്റും. ഒരു റെക്കോർഡ് മാക്രോ അല്ലെങ്കിൽ VBA മാക്രോനെ കുറിച്ചുള്ള ഇൻ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പിട്ടതാണ്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിൻ്റെ ലിങ്ക് എൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന VLOOKUP ഫംഗ്ഷൻ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് തന്നെ ഗോ ടു ഡെവലപ്പർ ടാബ്. ഇവിടെ കാണാം സെറ്റ് ഓഫ് ഗ്രൂപ്പ്സും സെറ്റ് ഓഫ് റിബൺസും അല്ലേ. ഇൻ കേസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡെവലപ്പർ ടാബ് കണ്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ടാബ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് റിബൺ എടുക്കാം. സോ എക്സൽ ഓപ്ഷൻസിലുള്ള ഡയലോഗ് ബോക്സ് വരും. അതിൽ റൈറ്റ് സൈഡിലുള്ള ഈ ബക്കറ്റിൽ ഇവിടെ ഡെവലപ്പർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഒരു പക്ഷേ അത് അൺടിക്ക് ആയിരിക്കാം. ജസ്റ്റ് ടിക്ക് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്താൽ മതി. സോ ഓട്ടോമാറ്റിക്കലി ഓക്കെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഡെവലപ്പറുടെ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ അതിൻ്റെ അണ്ടറിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ഓഫ് ഗ്രൂപ്പ്സും റിബൺസും കാണാൻ പറ്റും. അതിൽ റെക്കോർഡ് മാക്രോ ഉണ്ടാവും. സോ ഞാൻ അത് റെക്കോർഡ് മാക്രോ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കൊരു മാക്രോ നെയിം കൊടുക്കണം. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഈ കേസിൽ ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് VLOOKUP. ഞാൻ അവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നത് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ഫംഗ്ഷൻസും ഓരോ ആക്ഷൻസും സിസ്റ്റം ബാക്ക് എൻഡിൽ VBA പ്ലാറ്റ്ഫോം വഴി സേവ് ചെയ്ത് വെക്കും. ഓക്കെ, ഞാൻ അവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു. സി ഇപ്പം സ്റ്റോപ്പ് റെക്കോർഡിംഗ് ആയി. അതായത് ഇപ്പം ബാക്ക് എൻഡിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് അർത്ഥം. സോ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതായത് ഞാൻ എന്താ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, VLOOKUP ഫംഗ്ഷനാണ്, റൈറ്റ്. ഈക്വൽ ടു VLOOKUP ആൻഡ് ലുക്കപ്പ് വാല്യൂ ദിസ് വൺ. ഞാൻ ലോക്ക് ചെയ്യുന്നു, കോമ ഡാറ്റ. സോ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡാറ്റാബേസ് ഇൻക്ലൂഡിംഗ് ഹെഡിങ് ഒക്കെ സെലക്ട് ചെയ്തു, F4, കോമ. നെക്സ്റ്റ് ആണെങ്കിൽ കോളം ഇൻഡെക്സ് നമ്പർ വയ്ക്കുന്നത് അത് സെക്കൻഡ് കോളത്തിലാണ്. അതുകൊണ്ട് ഈ സെക്കൻഡ് എന്നുള്ള അതായത് B2 എന്നുള്ള സെൽ റെഫറൻസ് സെലക്ട് ചെയ്യുക, കോമ ആൻഡ് എക്സാക്ട് മാച്ച്, ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ ഇറ്റ്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് എന്നുള്ള റിസൾട്ട് കിട്ടി, റൈറ്റ്. ഇനി ജസ്റ്റ് ഒന്ന് ഡെവലപ്പർ ടാബിൽ പോകുന്നു, സ്റ്റോപ്പ് റെക്കോർഡ്. ഇപ്പം ഞാൻ അപ്ലൈ ചെയ്ത ആ കംപ്ലീറ്റ് ആക്ഷൻസ് സിസ്റ്റം തന്നെ ഈ വിഷ്വൽ ബേസിക് അല്ലെങ്കിൽ VBA ത്രൂ ബാക്ക് എൻഡിൽ സേവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഞാൻ അതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇവിടെ ഒരു ബട്ടൺ എനിക്ക് കൊടുക്കണം. സോ ഗോ ടു ഡെവലപ്പർ ടാബ് അഗെയിൻ. ഇവിടെ കാണാം കൺട്രോൾസ് എന്ന ഗ്രൂപ്പ് അല്ലേ, ഇൻസേർട്ട്. ഇവിടെ ഫസ്റ്റ് ഒരു ഐക്കൺ കാണാൻ പറ്റും, ബട്ടൺസ് എന്നുള്ള. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കൽ ഡ്രാഗ് ചെയ്തിട്ട് തന്നെ ആ ഒരു ബട്ടൺസ് നമ്മുടെ മാക്രോ നെയിമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അതായത് VLOOKUP ആണ് നമ്മൾ കൊടുത്തത് മാക്രോ നെയിം, റൈറ്റ്. ഇത് ഓപ്റ്റ് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ബട്ടൺ വന്നു. ഈ ബട്ടൻ്റെ പേര് ബൈ ഡീഫോൾട്ടായി കാണിക്കുന്നത് ബട്ടൺ 1 എന്നാണ്. സോ ജസ്റ്റ് ഒന്ന് ഞാൻ റീനെയിം ചെയ്യുന്നു, ഗെറ്റ് ദി റിസൾട്ട്. നമുക്കിതിൻ്റെ വേണമെങ്കിൽ കളറും ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യാം. ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർമാറ്റ് കൺട്രോൾ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ തന്നെ കാണാൻ പറ്റും ലിസ്റ്റ് ഓഫ് ഫോൺസും അതിൻ്റെ സ്റ്റൈലും സൈസൊക്കെ. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് സെയിൽസ് സോണാണ് ഇതിൻ്റെ വേണ്ടത്. ജസ്റ്റ് കഴ്സർ പ്ലേസ് ചെയ്തു, ഗെറ്റ് ദി റിസൾട്ട്, ഈസ്റ്റ്. കാറ്റഗറി വേണം, സി ഓഫീസ് സപ്ലൈസ്. റവന്യൂ വേണം, സി. ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്യുന്നു, ഇതും ഡിലീറ്റ് ചെയ്തു. ഈ നെക്സ്റ്റ് ഹോളി നോയ്സ് എടുക്കുന്നു, പേസ്റ്റ് ചെയ്തു. കൺട്രി വേണം, പേയ്മെൻറ്റ് മോഡ് വേണം, ഫ്രാൻസും ക്രെഡിറ്റ് കാർഡും, സി
ഫ്രാൻസും ക്രെഡിറ്റ് കാർഡും, റൈറ്റ്? ഇനി ഈവൻ നമ്മൾ പെർമനൻ്റ് ഇത് ഡിലീറ്റ് ചെയ്താലും നമുക്ക് റീടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, റൈറ്റ്? ഇത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ റൺ ചെയ്യും. കാരണം ഈ വീലൊക്കെ ഫംഗ്ഷനാലിറ്റി നമ്മൾ ഓൾറെഡി സിസ്റ്റത്തിൻ്റെ തന്നെ ബാക്ക് എൻഡിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റൈറ്റ്? അതൊരു വൺ ടൈം ജോബ് ആണ്. പിന്നെ അത് റീറൺ ചെയ്താൽ മതി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഡാറ്റ എന്നുള്ള ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 1 2 3 കൊടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ഞാൻ ഇവിടെ കേഴ്സർ പ്ലേസ് ചെയ്തു, ഗെറ്റ് ദി റിസൾട്ട്, ഞാൻ റൈറ്റിലേക്ക് ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ഇവിടെ B1 എന്നുള്ളത്, B1 ഉദ്ദേശിക്കുന്നത് ഇതാണല്ലോ, റൈറ്റ്? ഇവിടെ ആക്ച്വലി സൗത്ത് നിന്ന് റിസൾട്ട് വരാൻ കാരണം സെയിൽസ് സോണുമായി ബന്ധപ്പെടാം. സെയിൽസ് സോൺ ഏത് കോളത്തിലുള്ളത്? B1 ആണ്. B1 ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് 2 ആണ്, റൈറ്റ്? ആ ഒരു സീക്വൻസ് നെക്സ്റ്റിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പേഴ്സ് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി B1 കഴിയുമ്പോൾ C1 ഓട്ടോമാറ്റിക്കലി വേണം. അത് കഴിഞ്ഞിട്ട് D1 E1 ആൻഡ് F1ലേക്ക് വന്നത്, റൈറ്റ്? ഇതിൽ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫയൽ നിങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്ത് സേവ് ചെയ്യാൻ നേരത്ത് മാക്രോ എനാബിൾ എക്സ്റ്റൻഷനായിരിക്കും സേവ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഫയലിൽ പോവാം, സേവ് ആസ് കൊടുക്കുക. ഞാനൊരു പർട്ടിക്കുലർ ഫോൾഡർ ഓപ്പൺ ചെയ്ത് വെച്ചു. ഇവിടെ സേവ് ടൈപ്പ് ആസ് ഇപ്പോൾ കാണും എക്സൽ മാക്രോ എനാബിൾ വർക്ക്ബുക്ക് ഓപ്റ്റ് ചെയ്യുക ആൻഡ് സേവ് ചെയ്താൽ മതി. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.